അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ പ്രവർത്തിപഥത്തിൽ ഉൾക്കൊള്ളുന്നവരായിട്ട് മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നാളെ പാരത്രിക ലോകത്തും ഈ ലോകത്തും ഉപകരിക്കുന്ന അറിവാക്കി തീരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, അള്ളാഹു ജീവിതം തന്നിട്ട് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊരു ലോകത്തേക്ക് വാർത്തെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. അല്പകാലത്തേക്ക് വേണ്ടിയിട്ട് ഈ ദുനിയാവിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. ഈ ലോകത്ത് വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്മന കണ്ണു കാണാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ കൈകാലുകളില്ലാത്ത ഒരുപാട് മനുഷ്യര്, മാതാപിതാക്കളില്ലാതെ ഒരുപാട് മക്കള് ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ, ഇവിടെ നിന്ന് പ്രയാസങ്ങൾ ഓരോന്നും നേരിടുമ്പോൾ അതിന് ക്ഷമയോടുകൂടി ജീവിതത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് നമുക്ക് എന്തെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ ആ നിശ്ചയിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളില് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിപതറുകയില്ല. അടിപതറാതിരിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്താണ് തന്നെ പഠിപ്പിച്ചത് എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമായ ഒരു ധാരണയിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ പതറാതിരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ഉണർത്തി, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭൂമി ലോകത്ത് എന്തെല്ലാം അലങ്കാരങ്ങളാണ് അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മനുഷ്യൻ തന്റെ കരങ്ങൾ കൊണ്ട് എത്ര പണിപ്പെട്ടാലും അല്ലാഹു അലങ്കരിച്ചു വെച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ അലങ്കരിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സമുദ്രം നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് തിരയടിച്ചു വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിശ്ചലമല്ല, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൃഷ്ടിയാണോ അതിനെ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല. അത് കാണുമ്പോൾ നമ്മളെല്ലാം മറക്കുകയാണ്. അതിന്റെ ഓളങ്ങള് അടിച്ചു തള്ളി വരുന്ന സമയത്ത് എല്ലാം വിസ്മരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ കാഴ്ചകൾ പോകുന്നു. സുന്ദരമായ ഒരുപാട് കാഴ്ചകള് ഈ പ്രപഞ്ചത്തില് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഉണർത്തിയൊരു കാര്യമാണ്, ഭൂമിയിലെ അലങ്കാരങ്ങള്, ഭൂമിയിലുള്ളതൊക്കെ
നാം അതിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ എന്താണ്? അലങ്കാരമാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സമ്പത്ത്, മക്കള്, ഇതൊക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അലങ്കാരം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്? എന്തിനാണ് ഈ അലങ്കാരങ്ങൾ? അലങ്കാരം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഈ ഭംഗിയുള്ള വസ്തു, ഭംഗിയുള്ള ഒരു സാധനം എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ അങ്ങോട്ട് പോകും. ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നാ ജഅൽനാ മഅലൽ അർദി സീനത്തൻ ലഹാ. ഭൂമിയിലുള്ളതൊക്കെ നാം അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിനബ്ലുവഹും, പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ത് പരീക്ഷണം? അയ്യുഹും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതം ഏതെങ്കിലും അർത്ഥത്തില് ഒരു പരീക്ഷണ വിധേയമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും പരീക്ഷണങ്ങള് എന്ന് വിചാരിക്കുന്നത് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം അനുഭവിക്കുന്നവര്, അതുപോലെ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ പരീക്ഷണമായിട്ട് കാണുന്നത്. എന്നാൽ അനുഗ്രഹങ്ങളും ഒരു പരീക്ഷണമായിട്ട് കാണുമ്പോൾ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ലോകത്തുള്ളതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നല്ല സുഹൃതങ്ങള് ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മറ്റിടത്ത് ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അഹ്സനു അമല രണ്ടാമതും നമ്മൾ കേട്ടു. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നേരത്തെ നമ്മൾ ഓതിയത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്നതായിരുന്നു. നമ്മൾ ആലോചിക്കുക, മരണം പരീക്ഷണമാണോ? ജീവിതം പരീക്ഷണമാണോ? ആണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ജീവിതവും മരണവും ഒരു പരീക്ഷണമാണ്. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായത് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയെന്ന്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു പരീക്ഷണം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ് എന്ന ഒരു ഉറച്ച തീരുമാനത്തില് നിന്ന് നമ്മൾ പതറിപ്പോകാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം, പ്രവാചകനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതം എങ്ങനെയായിരുന്നു കടന്നുപോയത് എന്ന്. ആ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒരു പിതാവ് ഉണ്ടായിരുന്നു, യാക്കൂബ് അലൈഹി ഇസ്ലാം. ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മകനെ നഷ്ടപ്പെട്ട സന്ദർഭം. ആ സന്ദർഭത്തില് അദ്ദേഹം ആ പരീക്ഷണത്തെ നേരിടുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത് ആരാണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, തന്റെ അനുയായികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നവര്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കൊടുത്തേ, ആദ്യമായി പ്രവാചകന്മാർ എന്നാണ്. എന്നാണ്. ഇന്നമാ യുവഫസ്വാബിറൂന ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത അത്ര പ്രതിഫലം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടരാരാണ്? ഈ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ആദ്യമായി പ്രവാചകന്മാർ, പിന്നെ അവർക്ക് താഴെയുള്ളവര്. ദൈവഭക്തിയുടെ തോതനുസരിച്ചാണ് ആളുകൾ പരീക്ഷിക്കപ്പെടുക. ഒരാളുടെ മതവുമായുള്ള ബന്ധം എത്രത്തോളം ഉറച്ചതും ശക്തവുമാണോ അത്രത്തോളം കടുത്തതാവും അയാൾക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണം. ആരുടെ മതബോധമാണോ ദുർബലം അയാൾ നേരിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരികയുള്ളൂ. ഒരു മനുഷ്യൻ അതിൽ വിജയം വരിക്കുന്നു, ഇതുവരെ പരീക്ഷണം തുടരും, അതോടെ അവൻ പാപമോചനം നേടിക്കഴിഞ്ഞു. അപ്പം സഹിക്കാനും ക്ഷമിക്കാനും ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയ കഴിവിനനുസരിച്ചാണ് മനുഷ്യർ പരീക്ഷിക്കപ്പെടുക എന്നാണ് ഇതിനർത്ഥം. ഒരിക്കലേ ഒരു അമേരിക്കൻ പണ്ഡിതൻ വ്യക്തി ഇപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ ഭാരം കുറച്ചു തരാൻ വേണ്ടിയല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ഏത് ഭാരവും ചുമക്കാൻ നിങ്ങളുടെ പിരടിക്ക് ശക്തി നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ, ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به. പഠിച്ചോനെ, താങ്ങാനാവാത്തത് നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ എന്ന് സത്യവിശ്വാസി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, പലപ്പോഴും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ലോകം ഇന്ന് കടന്നു പോകുന്നത്. ഇതിന്റെ മുമ്പും ഇതിനേക്കാളും അധികം പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ഒരുപാട് സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള ചരിത്രങ്ങള് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയൊക്കെയോ എന്തെല്ലാം സംഭവിച്ചാലും അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷണത്തിലേക്ക് എത്താറില്ല. മറിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് ഏതെങ്കിലും അർത്ഥത്തില് ഏതെങ്കിലും ഒരു പ്രയാസം വന്നണയുന്ന സമയത്ത് ദുർബലമായ വിശ്വാസമാണോ നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ അപ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകാറുണ്ടോ എന്ന് നമ്മൾ നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ മനസ്സിൽ പലതും വിചാരിക്കാറ്. ഉറ്റവരുടെ രോഗങ്ങള്, പ്രിയപ്പെട്ടവരുടെ മരണങ്ങള്, അവരൊക്കെ രോഗത്തിൽ നിന്ന് ചിലപ്പോൾ സുഖപ്പെട്ടു വരാം, ചില രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോകാം. പല രീതിയിലൂടെയും ഈ ദുനിയാവിൽ ഓരോ മനുഷ്യരും പല രീതിയിലുള്ള ഘട്ടങ്ങളിലൂടെ തരണം ചെയ്തു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ വില കൽപ്പിക്കപ്പെടുമ്പോൾ അവന് ഏൽക്കപ്പെടുന്ന പരീക്ഷണത്തെ അവനേറ്റവും വലുതായി കാണുമ്പോൾ താങ്ങാവുന്നതിലും അപ്പുറമായിട്ട് അവൻ കാണും. എന്നാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒരു കൊതുകിന്റെ ചിറകിനോളം വില പോലും ഈ ദുനിയാവിന് അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ കാഫിറിന് അള്ളാഹു വെള്ളം കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ ഏതൊരു പരീക്ഷണം നേരിടുമ്പോഴും അത് തന്നെ കടഞ്ഞെടുക്കാനുള്ളതാണ് എന്ന് വിശ്വാസി അറിയുകയും അതിലൂടെ ക്ഷമ അവലംബിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹിന്റെ അടുക്കലേക്ക് ദറജകൾ ഉയർത്തപ്പെടുകയാണ് ചെയ്യുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കുമ്പോൾ, നിസ്സാരമായ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കാരമാകട്ടെ, നാം ചെയ്യാനിരിക്കുന്ന പല പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് സഹിക്കാനാവാത്ത ഒരു മനസ്സുമായിട്ട് മാറി നിൽക്കാനല്ല വിശ്വാസിയെ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എണ്ണമറ്റ പരീക്ഷണങ്ങള് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എണ്ണമറ്റ പരീക്ഷണങ്ങളായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ജനിച്ച നാടിനെ ഉപേക്ഷിച്ച് പോകണമെന്നുള്ള കൽപ്പന ഉണ്ടാകുന്ന സന്ദർഭം, ഏറ്റവും പ്രിയപ്പെട്ട തന്റെ സഹധർമ്മിണി താൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നിൽ നിന്നും വിട പറഞ്ഞു പോയ ഖദീജ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മക്കളൊക്കെ മരണമടഞ്ഞ് ആ സങ്കടങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന പ്രവാചകൻ. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഖുർആൻ ഉണർത്തി, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിശ്ചയം മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു പറയുകയാണ്, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിൽ നിന്ന്? മിൻ നുത്ഫത്തിൻ, ബീജത്തിൽ നിന്ന്. അംശാജിൻ നബ്തലീഹ്, പരസ്പരം കൂടിക്കലർന്ന ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടി? നബ്തലീഹി, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്നിട്ടോ ഫജഅൽനാഹു സമീഅൻ ബസീറാ, അവനെ നാം കേൾവിയുള്ളവനാക്കി കാഴ്ചയുള്ളവനുമാക്കി. എന്നിട്ട് അല്ലാഹു വീണ്ടും ഉണർത്തി, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. രണ്ട് മാർഗങ്ങളെ അള്ളാഹു ഇട്ടു തന്നു. മനുഷ്യ, നിന്നെ ഞാനിതാ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചിരിക്കുന്നു. കൂടിക്കലരുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതിന് ശേഷം നിനക്ക് ഞാൻ കേൾവിയും കാഴ്ചയും ഒക്കെ ഉള്ളവനാക്കി മാറ്റിയിട്ടുണ്ട്. കേൾവിയില്ലാത്തവനോ കാഴ്ചയില്ലാത്തവനോ ആയിട്ടല്ല നിന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെയൊക്കെയുള്ള സുഖസൗകര്യങ്ങൾ തന്ന് ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞയച്ചപ്പോൾ മറ്റു രണ്ട് കാര്യങ്ങളും നിന്റെ കൂടെയുണ്ട്. ഇന്നാ ഹദൈനാഹു സബീൽ, രണ്ട് മാർഗങ്ങളെ കാണിച്ചു തന്നു. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ, ഒന്നുകിൽ നിനക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചുകൊണ്ടും ജീവിക്കാം. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും ഒക്കെ ഏതെങ്കിലും അർത്ഥത്തില് ഒരു പരീക്ഷണമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അത് രണ്ടും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ട് കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കും. കാണാനുള്ള കണ്ണും കേൾക്കുവാനുള്ള കേൾവിയും തന്ന് അള്ളാഹു അനുഗ്രഹിച്ചപ്പോയല്ലേ കൂടുതൽ നമ്മൾ അസ്വസ്ഥരാവാറുള്ളത്? ഏത് പ്രയാസം വരുമ്പോഴും നമ്മൾ ഏതിനാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഏത് പരീക്ഷണം നേരിടുമ്പോഴും അതിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കരുത്ത് നമുക്കുണ്ടാവാറുണ്ടോ? ഇമ്മാ ഷാക്കിറ, ശുക്ർ ചെയ്യുന്നവളായിട്ടാണോ? അല്ല, ഇതൊക്കെ എന്തിനെ എനിക്ക് തന്നു എന്റെ റബ്ബ് എന്ന രീതിയിൽ അതിനോട് നിന്നുകേട് കാണിക്കുന്ന സമീപനമാണോ നമ്മോട് കൂടെയുള്ളത് എന്ന്
ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കണം, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങള് നൽകി പരീക്ഷിക്കുമ്പോഴാണ് അധിക ആളുകളും പരാജയപ്പെടും. അനുഗ്രഹങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഒരു പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ അല്ലാഹു പരീക്ഷിച്ചത് എന്റെ നാഥൻ അനുഗ്രഹം കൊണ്ടാണ് എന്നെ പരീക്ഷിക്കാനാണിത് എന്നും ഞാൻ നന്ദി കാണിക്കുമോ അതോ നന്ദികേട് കാണിക്കുമോ എന്നറിയാൻ. നന്മ കാണിക്കുന്നവർ സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നന്മ കാണിക്കുന്നത് എന്നും നന്ദികേട് കാണിക്കുമെങ്കിൽ സംശയം വേണ്ട, എന്റെ നാഥന്റെ പരാശ്രമില്ലാത്തവനാണ് അത്യുത്കൃഷ്ടനുമെന്ന് ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങള് കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങള് എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് പ്രഭാതത്തില് മുതൽ ഈ സമയം വരെ എത്ര അനുഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. സുബ്ഹാനല്ലാഹ്. എന്താണിപ്പോൾ അനുഗ്രഹമെന്ന് പറഞ്ഞത്? എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ പലപ്പോഴും അനുഗ്രഹങ്ങളായിട്ട് കാണാൻ കഴിയാത്ത ഹതഭാഗ്യരായിട്ട് നമ്മൾ മാറരുത്. ഇന്ന് നേരം പുലർന്നതിന് ശേഷം വെള്ളം കുടിക്കാനും ശ്വസിക്കുവാനും കേൾവി കൊണ്ട് കേൾക്കുവാനും കേൾവി കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് കൊണ്ടാണല്ലോ ഈ സമയം ഈ സദസ്സിലേക്ക് നമ്മൾ വന്നത്. ഇത് കേൾക്കാൻ എന്റെ റബ്ബനിക്ക് കേൾക്കുവാനുള്ള കേൾവി ശക്തി നൽകിയിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും ഞാൻ? ഒരുപാട് ആളുകൾ കേൾവിയില്ലാത്തവരെ ഭൂമിലോകത്ത് നമ്മൾ കാണാറുണ്ട്. എങ്കിൽ എന്റെ കേൾവി കൊണ്ട് ഇന്നേ വരെ കേട്ടത് വെച്ച് ഏറ്റവും നല്ല കേൾവിയായിരുന്നോ കേട്ടത്? കേൾക്കാൻ പറ്റാത്തതിന് പലപ്പോഴും എന്റെ കേൾവി ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും അള്ളാഹു തന്ന അനുഗ്രഹത്തിലൂടെ അള്ളാഹുവിന്റെ അനിഷ്ടമാണല്ലോ ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. അപ്പോൾ അനുഗ്രഹം തന്നിട്ട് ആ അനുഗ്രഹത്തെ മറ്റൊരു രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഇമ്മാ കഫൂറ എന്ന അർത്ഥത്തില് നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്. അതിന്റെ ധർമ്മം എന്താണ്? നല്ലത് കേൾക്കലാണ്, നല്ലത് കാണലാണ് കണ്ണിന്റെ ധർമ്മമെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടതാണ്. പക്ഷേ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ഇമ്മാ കഫൂറ എന്ന അർത്ഥത്തില് നമ്മൾ എത്താറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈറ, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്, നന്മയാണ്. ഇന്ന സാബത്തുഹു സറാഅ ശക്ര, എന്തെങ്കിലും ഒരു വിപത്ത് അവന് ബാധിച്ചാൽ അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവോട് നന്ദി കാണിക്കും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചിട്ടോ അതൊക്കെ സുഖമായി കിട്ടിയതിന് ശേഷമൊക്കെ ശുക്ർ ചെയ്യൂലേ? പക്ഷെ അതനുഭവിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവേ ഇത് സഹിക്കാനുള്ള ക്ഷമ എനിക്ക് നൽകണമേ എന്നും അതിൽ ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അല്ലെ. എന്തെങ്കിലും ഒരു ഉപദ്രവം അവന് ബാധിച്ചാലോ അതും അവന് ഖൈറാണ്. ഇത് ആർക്കാ കിട്ടുക? ആർക്കാ കിട്ടുക? ഇത് സത്യവിശ്വാസിക്ക് മാത്രമേ കിട്ടും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം.
ഏത് കാര്യവും അവന് ഗുണകരമാണ്. സന്തോഷകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അവൻ നന്ദി കാണിക്കും. സെറാണ്, സോറി ഇപ്പൊ അവിടെ സന്തോഷാണ് കേട്ടോ, തെറ്റിപ്പോയി, ക്ഷമിക്കാം. അപ്പൊ സന്തോഷമുണ്ടാകുമ്പോൾ അവൻ എന്താക്കും? നന്ദി കാണിക്കും അല്ലെ. പിന്നെയോ അതവന് ഗുണകരമാകും. ഇനി ദുഃഖമുണ്ടാകുമ്പോഴോ അതിലും അവൻ ക്ഷമിക്കും, അതും അവന്. അപ്പൊ രണ്ടിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും പ്രയാസങ്ങൾ നേരിടുമ്പോഴും വിശ്വാസിക്ക് അത് ഗുണകരമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റൊരു ലോകത്തെ കൊതിക്കുന്നവനായിരിക്കരുത് വിശ്വാസി. എല്ലാത്തിലും ക്ഷമിക്കുന്നവനായിരിക്കണം. വിശുദ്ധ ഖുർആൻ ഉണർത്തിയില്ലേ? എന്താണ് ഉണർത്തിയത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. എത്ര കാര്യങ്ങളാണ് അല്ലാഹു പറഞ്ഞത്? വലനബുലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ അടിക്കുമെന്നൊരു കുട്ടിയോട് നമ്മൾ പറയുന്നതും നിന്നെ ഞാൻ അടിക്ക തന്നെ ചെയ്യുമെന്ന് പറയുന്നതും രണ്ടും രണ്ട് ശൈലിയാണ് അല്ലെ. അപ്പൊ അല്ലാഹു വലനബുലുവന്നകും ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ചില വസ്തുക്കൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. ഏതൊക്കെയാണ് അതിലുള്ളത്? അതിൽ മിനൽ ഖൗഫ്, ഭയം, പേടി, വിനയം, വൽജൂ, പട്ടിണി, വനഫ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കുറയുക. ചിലപ്പോ ചില ആളുകൾക്ക് നല്ല ബിസിനസ് ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടാകും. ചില സന്ദർഭത്തിൽ ആ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചതിന്റെ ഫലമായി കൊട്ടാര സമാനമായ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ചെക്കുടിൽ മതിയെന്ന് വിചാരിക്കുന്ന മനസ്സിലേക്ക് എത്തുന്ന പ്രകൃതമാണ് മനുഷ്യന്റേത് എന്ന് നമ്മൾ ആലോചിക്കണം. കൊട്ടാര സമാനമായ വീട്ടിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പ്രതിസന്ധി ഘട്ടം കടന്നു വരുമ്പോൾ ചെറ്റക്കുടിലും സമാധാനവും മതി എന്ന് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യനെ എന്ന് ആദ്യമേ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നിലും നമുക്ക് നഷ്ടം സംഭവിക്കാനില്ല. കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ എന്റെ കൂടെ സദാസമയവും ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ഉറപ്പിച്ച് പറയുക സാധ്യമല്ല. ഏത് സന്ദർഭത്തിലും എല്ലാം ജീവിതത്തിലൂടെ കടന്നു വരും. അതുകൊണ്ടാണ് ഖുർആൻ ഉണർത്തിയത്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. ഇന്നോട് മക്കളിലൂടെ അല്ലെങ്കിൽ സന്താന നഷ്ടത്തിലൂടെ ഒക്കെ നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. വസ്സമറാത്ത്, കായ്കനികളിലൂടെ, പിന്നെയോ വിളനാശത്തിലൂടെ. വബശ്ശിരിസ് സ്വാബിരീൻ, ഇങ്ങനൊക്കെ അങ്ങോട്ട് സംഭവിച്ചിട്ട് അള്ളാഹു അതിന്റെ അവസാനം പറയാണ്. എന്താ പറഞ്ഞത്? സന്തോഷവാർത്ത എന്തിട്ട് മക്കളെ നിങ്ങൾക്ക്? നിങ്ങൾ ആരായിരിക്കണം? സ്വാബിരീങ്ങളായിരിക്കണം, ക്ഷമാശീലരായിരിക്കണം. ഈ ഒരു ഓഫർ നമ്മെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ മറ്റാർക്ക തരാൻ പറ്റും? ഈ ലോകത്തിന് ആർക്കും തരാൻ പറ്റൂല. ചിലപ്പോൾ ആശ്വാസവാക്കുക തന്നേക്കും. ഇവിടെ ഇതെല്ലാം സഹിക്കുമ്പോൾ ഇതിനപ്പുറമുള്ളൊരു ലോകമാണല്ലോ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ ദുഃഖമില്ല, പ്രയാസമില്ല, വേണ്ടാത്ത വർത്തമാനങ്ങളില്ല, വാക്കുകളില്ല, എല്ലാ അർത്ഥത്തിലും സമാധാനം.
അതുകൊണ്ട് തന്നെ ഖുർആൻ ഉണർത്തി വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത. ആരാണവർ? വീണ്ടും ഉണർത്തി അല്ലദീന, അവരൊരു കൂട്ടരാണ്, ഇദാ അസ്വാബത്തുഹും മുസീബ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം അതിലേക്ക് നേരിടേണ്ടി വന്നാൽ, ഖാലൂ, അവരുടെ വർത്തമാനം എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ നിന്നിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്, നിന്നിലേക്ക് തന്നെ ഞങ്ങളെല്ലാവരും മടങ്ങാനുമുള്ളവരാണ്. ഈ ഒരു വാക്ക് എന്നെ ആരാണോ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, എന്റെ മക്കളെ ആരാണോ തന്നത്, എന്റെ ഭർത്താവിനെ ആരാണോ തന്നത്, എന്റെ മാതാവിനെ ആരാണോ തന്നത്, എന്റെ പിതാവിനെ ആരാണോ തന്നത്, എല്ലാവരെയും അള്ളാഹു തന്നെ നമുക്കുറപ്പാണ്. വഹിദ പ്ലീസ് മ്യൂട്ട്. അപ്പൊ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഖുർആൻ ഉണർത്തി അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, എന്തെങ്കിലും ഒരു വിപത്ത് വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഉൾക്കൊള്ളണമെങ്കിൽ, ഇത് കേട്ടിട്ട് മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ അതിന് മുമ്പേ ഇതൊക്കെ നാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബാ കിറാമുകൾ അത്യധികം പരീക്ഷണത്തിന് വിധേയരായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് തങ്ങളുടെ പരാതികൾ പറയുന്ന സന്ദർഭത്തിലാണ് അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള തലമുറയുടെ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രവാചകനിലൂടെ ആ സഹാബത്തിനെ അറിയിച്ചു കൊടുത്തത്. പലപ്പോഴും നമ്മൾ ഒരുപാട് സുഖത്തിലൂടെ കുറേ കാലം കഴിഞ്ഞു, ജീവിതത്തിൽ എപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുക നമുക്ക് സാധ്യമല്ല, ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തെ ഈമാൻ കൊണ്ട് പറയുന്ന ഞാനും തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. നിസ്സാരമായത് ഒന്ന് കേൾക്കുമ്പോയോ അല്ലെങ്കിൽ ഒന്നറിയുമ്പോയോ തളർന്നു പോകുന്ന മനസ്സ് ഇപ്പോൾ തന്നെ നമുക്ക് കൂടെയുണ്ട് എങ്കിൽ നമ്മുടെ ഈമാനിന്റെ അളവുപോലെ എങ്ങനെയാണ് നമ്മളിപ്പോൾ അളക്കുമ്പോൾ, പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ സഹിക്കാനുള്ള ഈമാനിന്റെ കരുത്ത് അതിന് മുമ്പേ നമുക്ക് നേടിയെടുക്കണം. അത്തരത്തിൽ ഈമാൻ ഉറച്ച അല്ലാഹുവിന്റെ അടിയുറച്ച വിശ്വാസമുള്ള ഏത് പരീക്ഷണം നേരിടുമ്പോഴും വിശ്വാസം കൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനുള്ള താക്കത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു നിർത്തിയിട്ടില്ല, അതിന്റെ ശേഷം പറയുകയാണ്. എന്ത് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിപത്ത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ളവരാണോ എന്നും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണോ എന്നും അവർ പറയും. എന്നിട്ട് അല്ലാഹു ഉണർത്തി ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെയുള്ള ആളുകളുടെ മേൽ എന്തുണ്ട്? സമാധാനമുണ്ട്. നാഥനിൽ നിന്നുള്ള അതിരറ്റ അനുഗ്രഹങ്ങളുണ്ട് അവർക്ക്. അതിരറ്റ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്. മാത്രമല്ല കാരുണ്യവുമുണ്ട് അവർക്ക്. അവർക്ക് കാരുണ്യമുണ്ട്, അവർക്കൊരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ ആലോചിച്ചു നോക്കും. ദുനിയാവിന്റെ എന്തെങ്കിലും അലങ്കാരങ്ങൾ വേണമെന്ന് വെക്കുമോ?
ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇല്ല. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചിട്ടുള്ള ആയത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ ക്ഷണിച്ചു നോക്കൂ. ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൽ ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമലാ. എല്ലാ അലങ്കാരങ്ങൾക്കും മീതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഏതെങ്കിലും അലങ്കാരങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അവിടെ ക്ഷണിക്കുന്ന പക്ഷം നമുക്കെന്തുണ്ട്? അല്ലാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്തുണ്ട്, അതുപോലെ തന്നെ അനുഗ്രഹമുണ്ട്. സ്വലവാത്ത് എന്നാ പറഞ്ഞത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗം പ്രാപിച്ചവര് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു യാത്ര പോകാനുള്ള ഇടത്തിലാണ് നമ്മളുള്ളത്. ക്ഷണിക്കുവാനുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ഈ ജീവിതത്തില് മുമ്പേ കൂട്ടി തന്നെ നമ്മൾ കണ്ടിരിക്കണം വരാനിരിക്കുമെന്നുള്ളത്. സഹിക്കുവാനും ക്ഷണിക്കുവാനുമുള്ള കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ക്ഷമ കൈക്കൊള്ളുന്ന നിലപാട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അല്ലാഹു ക്ഷമാശീലം നൽകി അനുഗ്രഹിക്കും. ഒരു മനുഷ്യന് നൽകപ്പെടുന്നതിൽ ക്ഷമാശീലത്തെക്കാൾ മഹത്തായ ഒരു അനുഗ്രഹവും ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അപ്പം ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണോ, മക്കളാണോ, ദുനിയാവിന്റെ അലങ്കാരങ്ങളാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ക്ഷമാശീലത്തെക്കാൾ മഹത്തായ ഒരു അനുഗ്രഹവും ഇല്ല എന്ന്. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമ നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മൾ? നമ്മുടെ വീടകങ്ങളിൽ നിന്ന് നിസ്സാരമായ ഒരു വാക്ക് കേൾക്കുമ്പോൾ ക്ഷമ കിട്ടാത്തവരായിട്ട് മാറുന്നവരാണോ നമ്മൾ? അതിന്റെ പേരിൽ പിണങ്ങുന്നവരാണോ നമ്മൾ? നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിക്കണം, നമ്മൾ ഈ പിണക്കവും അതുപോലെ തന്നെ കുശുമ്പും വാശിയും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആലോചിക്കേണ്ടത്, അനുഗ്രഹങ്ങൾ കൂടെ ഉണ്ടായിട്ടാണല്ലോ റബ്ബേ ഇങ്ങനെയുള്ള വികലമായ ഒരു മനസ്സ് എന്റെ കൂടെയുള്ളത് എന്ന ചിന്താരണ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുറ്റുപാടും എല്ലാം അനുഗ്രഹീതമായി തീരുമ്പോഴാണ് വേണ്ടാത്ത ഒരുപാട് കറകള് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കാറുള്ളത്. ഒരുപാട് ചുറ്റും നോക്കുമ്പോൾ പ്രശ്നമില്ല, കുഴപ്പമില്ല, ഒന്നുമില്ല, എല്ലാം സുഖത്തിലാണ്. അപ്പോഴാണ് ഒരുപാട് അസ്വാരസ്യങ്ങൾ വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ പിന്നെ അതൊക്കെ എന്തിനായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സിന് നമ്മൾ ഉടമപ്പെടാതിരിക്കട്ടെ. സുഖങ്ങളിൽ കൂടെ ജീവിക്കുമ്പോഴും അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തിനെ ഓർത്തുകൊണ്ട് ആ അള്ളാഹുവിലേക്കുള്ള മനസ്സുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും, അസ്വസ്ഥമായി തീരുകയില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ സുന്ദര നാമങ്ങളിൽ ഒന്നാണല്ലേ സബൂർ, ക്ഷമ എന്നത്. നമ്മയൊക്കെ അള്ളാഹു ഇങ്ങനെ അജലിങ്ങനെ നീട്ടിത്തന്നിട്ട് നമുക്കൊരുപാട് അവസരങ്ങൾ ഇങ്ങനെ ക്ഷമയിലൂടെ കടന്നു പോയിട്ട് ക്ഷമ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങള് നമ്മിലൂടെ ഉണ്ടായിട്ടും നമ്മുടെ വാക്കിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ അള്ളാഹു നമ്മിലൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോയിട്ടും നമ്മള് വലിയ പരീക്ഷണങ്ങള് നേരിടുന്നതിന് മുമ്പ്
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എത്രയാണ് ഞാൻ ആസ്വദിച്ചത് എന്ന് ആലോചിക്കാതെ 99% ഒക്കെയാകുന്നു 1% മാത്രം നമ്മൾ കാണുന്നവരാവാതെ നമ്മൾ ജീവിതത്തെ ലഭിക്കപ്പെട്ട എല്ലാറ്റിനെയും അനുഗ്രഹമായി കണ്ടത്. അള്ളാഹുവിന്റെ റസൂല് ഉണർത്തി, ആരെയാണോ വിശിഷ്ട ഗുണം നൽകി അനുഗ്രഹിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അയാളുടെ മേൽ അവൻ പരീക്ഷണം ഇറക്കുന്നു. അപ്പോ ജീവിതയാതനകൾക്ക് മുമ്പിൽ ചിലപ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. നമ്മൾ ആലോചിക്കുക, ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മുടെ കൂടെ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവിടെ മുഖത്ത് നോക്കുമ്പോൾ എന്നോട് പുഞ്ചിരിക്കുന്ന പോലെ അവർ പുഞ്ചിരി കാണിച്ചു തരും. അവിടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ദുഃഖഭാരമുണ്ടാകും. കാരണം അവർ വലിയ ഒരുപാട് ക്ഷമയിലൂടെ കടന്നു വന്ന് അവർ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളെ റബ്ബിലേക്കുള്ള തന്റെ കർമ്മങ്ങളെയെല്ലാം റബ്ബിലേക്ക് സ്വീകാര്യോഗ്യമായി തീരണമെന്നുള്ള ഒരു ചിന്തയിലൂടെ അവിടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളെ പുറമെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിന്റെ അയൽവാസിയായിട്ട് ഒരു അനാഥക്കുട്ടിയുണ്ട് എങ്കിൽ നിങ്ങളുടെ പഴത്തിന്റെ തൊലി അവന്റെ മുന്നിൽ നിങ്ങൾ കാണിക്കരുത്. അർത്ഥവത്തായ ഒരു ഹദീസാണത്. എപ്പോഴും ദുഃഖമുള്ളവരുടെ കൂടെ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ അവർക്ക് ഈമാൻ കൊണ്ടുള്ള അറിവുകൾ കൊണ്ട് നുകർന്നുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം സിദ്ധിച്ചവരെ എന്ന് ഉള്ള നിലക്കായിരിക്കണം അത്തരക്കാരോട് നമ്മൾ പെരുമാറേണ്ടതും സംസാരിക്കേണ്ടതും എന്ന് ഈ വേളയിൽ ഉണർത്തുകയാണ്. നാം മനസ്സിലാക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ളത് എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറാബി സഹിച്ച ത്യാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഏറ്റവും പ്രിയപ്പെട്ട മകൻ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് ലഭിച്ച സന്ദർഭത്തിൽ പരീക്ഷണ വിധേയനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു കൊടുത്തിട്ടൊരാശ്വാസം, നിന്റെ മകനെ അറുക്കേണ്ട എന്നുള്ള. പക്ഷെ അതിന്റെ മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. പ്രിയപ്പെട്ട പിതാവ് സ്വന്തം വീടകങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടുപോന്നു. നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും തന്നെ അഗ്നികുണ്ഡത്തിന് ഇരയാക്കിയ സന്ദർഭം. അവിടങ്ങളിലെല്ലാം ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം വരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സാധിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നേരത്തെ ഉണർത്തില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്കറിയാം. ആ മാതാവിന്റെ മനസ്സിലുണ്ടായിരുന്ന വ്യഥ നമുക്കറിയാം. അതുപോലെ എണ്ണമറ്റ പ്രവാചകന്മാർ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയമായവരിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത പ്രവാചകന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലെ പെട്ടെന്ന് കടന്നു വരുന്ന ഏതൊരു പരീക്ഷണങ്ങളെയും സഹിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കണം. പരീക്ഷണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മരണമോ രോഗമോ മാത്രമാണ് പരീക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീയായിരുന്നു ഒരു പരീക്ഷണമായിട്ട് വന്നിരുന്നു.
ഒരു സ്ത്രീയായിരുന്നു പരീക്ഷണ വിധേയനായിട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ജയിലകങ്ങളിലേക്ക് കടന്നു പോവാനുണ്ടായിരുന്ന കാരണം അല്ലെ. ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുള്ള പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ന് നമ്മൾ അറിയണം അല്ലെ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എന്തെല്ലാം പ്രയാസങ്ങള് ജീവിതത്തിൽ സഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഈ സദസ്സിലുണ്ടാകും. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനാലായിരിക്കും, ജീവിച്ചിരിക്കുന്ന മക്കളിലൂടെയാവാം. മരണപ്പെട്ടിട്ടുള്ള മക്കളെ ഓർത്തുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭർത്താക്കന്മാരുടെ മരണത്തിലൂടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാം നമ്മൾ ക്ഷമിക്കുമ്പോൾ അല്ലാഹു നൽകുന്നത് ഈ ഒരു ലോകത്തല്ല, മറൊരു ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യം, ആസ്വദിക്കാനുള്ള ലോകം. ഇതൊക്കെ ഇന്നും നാളെയുമായിട്ട് അസ്തമിക്കാനുള്ളതാണ്. സൂര്യൻ അസ്തമിക്കും, എന്നാൽ സൂര്യൻ ഉദിക്കാതെ അസ്തമിക്കുന്ന ഒരു ലോകമുണ്ട്. അന്ന് ഖിയാമത്ത് സംഭവിക്കും. രാവും പകലും മാറി വരാതെ നിൽക്കുന്നൊരു ദിവസം. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശം ഇല്ലാതായി തീരുന്ന ഒരു ദിവസം. നമ്മൾ താമസിക്കുന്ന വീട് മറ്റാരിലോ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോ ചില വീടുകൾ ഇങ്ങനെ കാണും അല്ലെ, അതിങ്ങനെ അടച്ചിട്ടതായി കാണും, അതിന്റെ ഓടുകളൊക്കെ പൊട്ടിയിട്ട് കാണും. അതിൽ ആൾതാമസം ഉണ്ടായിട്ട് വർഷങ്ങളോളമായിട്ടുണ്ടാവില്ലേ. അപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ടല്ലേ, അത് നിർമ്മിച്ചിട്ടുള്ള ആശാരി, അതിൽ താമസിച്ചിട്ടുള്ള ആളുകളെ എന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഓരോ ദിവസവും യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യാത്ര പറയാനുള്ളവരാണ്. അതുകൊണ്ട് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് തന്റെ ജീവിതത്തെ അള്ളാഹുവിന് തൃപ്തിപരമാകുന്ന രീതിയിൽ ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും, ഏതെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വന്നാലും ഈമാൻ കൊണ്ടതിനെ അലങ്കരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ചര്യയിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. വേറെ എങ്ങോട്ട് പോയാലും ആ മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് ലഭിക്കപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മനസ്സായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ ലക്ഷ്യം ഇതായിരിക്കട്ടെ. നമസ്കാരം നേടിയ ആത്മാവേ, എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നോളൂ. നിന്നെ ഞാനും തൃപ്തിപ്പെട്ടവനായിട്ട്. എന്നിട്ട് എന്റെ അടിയാറുകളെ ഇതായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളും എന്ന് പറയുന്ന ഈ വിളിക്കുത്തരം കൊടുക്കാൻ, ഈ ലോകത്ത് നിന്ന് നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ക്ഷമ കൊണ്ട് നേരിടുവാനുള്ള വാക്കത്ത് അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാത്ത ചില നമ്പറുകളുണ്ട്. ആ ഡിലീറ്റ് ചെയ്യാത്ത നമ്പറുകൾ ചിലപ്പോൾ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ ഒക്കെ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചവരായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്പറുകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടില്ല.
നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരികളും സഹപ്രവർത്തകരും കുടുംബക്കാരും അയൽവാസികളും ഒക്കെ ആയിട്ടുണ്ട് കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ അള്ളാഹിന്റെ തൃപ്തിക്കനുസൃതമായി ജീവിക്കുവാനും അത് പറയുന്നത് പ്രവൃത്തിപഥത്തിൽ ഉൾക്കൊള്ളുന്നവരായി മാറുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടരായ അത്യുത്കൃഷ്ടരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ കൊടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ ഫലസ്തീൻ ജനത, ഗസയിലുള്ള വിശ്വാസികൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുവേ നീ അറുതി നൽകി അവരുടെ വിശ്വാസത്തിന് ശക്തി പകർന്നു കൊടുക്കണയല്ല. രക്തസാക്ഷിയുടെ പദവി നൽകി അവരെ നീ അനുഗ്രഹിക്കണയല്ല. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രമായി പരാജയപ്പെടുത്തണയല്ല. അള്ളാഹുവെ എന്നോണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിഷ്കാത്തിന്റെ ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുവാനും ഇതിൽ നിന്ന് കേൾക്കുന്ന അറിവുകള് ഉപകാരപ്രദമായ അറിവുകളായി മാറ്റുവാനും ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. മഞ്ചേരി കുട്ടികളുണ്ടോ? ശരി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറെ കാലായില്ലേ ഇസ്ലാത്തിൽ കയറിയിട്ട്? കുറെ മഴ പിടിച്ചില്ലേ ടീച്ചറെ? മഴ തുടങ്ങിയില്ലെന്നറിയാം. അൽഹംദുലില്ലാ. മയ്യ ടീച്ചറെ മഞ്ചേരി നിലമ്പൂര്. സൗണ്ട് കേട്ടപ്പോ ഓർമ്മയായി. സൗണ്ട് കേട്ടപ്പോ ശരി, എന്നാല് എല്ലാരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തിട്ടോ. ജോലിക്കാരെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ കാണാം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാരും ഉൾപ്പെടുത്തി. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരി ട്ടോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.